ഹായ് ഫ്രണ്ട്സ്, നമ്മളങ്ങനെ പുറത്തുനിന്നൊക്കെ പോയി അങ്ങനെ ഫുഡ് കഴിക്കൽ വളരെ കുറവാണ്. വീട്ടിലുണ്ടാക്കി കഴിക്കാറാണ് പതിവ് എന്നും. പക്ഷേ ഇന്ന് നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം അവർ നമ്മൾ അവരുടെ റെസ്റ്റോറൻറ്റിലൊന്ന് കാണാൻ വേണ്ടിയിട്ട് വിളിച്ചു. നമുക്ക് എന്തെങ്കിലുമൊക്കെ എൻജോയ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ഇവരുടെ റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോഴാണ് നമുക്ക് നല്ലൊരു റെസ്റ്റോറൻ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. നല്ലൊരു ആംബിയൻസ് ആണ് ഇരുന്ന് കഴിക്കാനൊക്കെ. ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2 മാസമേ ആയിട്ടുള്ളൂ. സ്പെഷ്യലായിട്ടുള്ള കുറേ വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ ഫുഡ്സ്, അതായത് വെജിറ്റേറിയൻ സ്പെഷ്യലായിട്ട് കുറേ ഉണ്ട്. ഒറിജിനലി ദിസ് ഈസ് ആൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഓൺഡ് ബൈ എ ഗുജറാത്തി ഫാമിലി ആൻഡ് ദ മെയിൻ ഷെഫ് ഈസ് ഫ്രം ഗുജറാത്ത്. പിന്നെ ഗുജറാത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, മോസ്റ്റ്ലി ദേ ആർ വെജിറ്റേറിയൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെജിറ്റേറിയൻ ഫുഡാണ് ഇവിടെ. സ്പെഷ്യലായിട്ടുള്ള കുറേ വെജിറ്റേറിയൻ ഫുഡ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ 25 നോയമ്പിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ക്രിസ്മസിന് ഒരുങ്ങുന്ന ഈ സമയത്ത് വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നമ്മളൊന്നും കേൾക്കാത്ത പേരുകളുണ്ടെങ്കിൽ പോലും നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കുറേ ടേസ്റ്റുമായിട്ട്, അതായത് ഇന്ത്യൻ ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ ടേസ്റ്റുകൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി, പാവ് ബജി, മഞ്ചൂരിയൻ വിത്ത് നൂഡിൽസ്, അങ്ങനെ 3 ഐറ്റംസാണ് നമ്മൾ ഓർഡർ കൊടുത്തത്. അപ്പോൾ അവർ നമ്മളോട് പറയും കേട്ടോ, നമുക്ക് അവരെന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതുപോലെ എന്തൊക്കെയാണ് സ്പെഷ്യൽ, അതുപോലെ സൺഡേയ്സിൽ അങ്ങനെ കുറച്ച് ദിവസങ്ങളിൽ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, അതുപോലെ ഓഫേഴ്സൊക്കെ ഉണ്ട്. പാവ് ബജിയും ബണ്ണൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ടേസ്റ്റ് ചെയ്തത്. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ബണ്ണ് ഒരു വെജിറ്റേറിയൻ ഡിഷിൽ നമ്മൾ കഴിക്കുന്നത്. പക്ഷേ വളരെ ടേസ്റ്റി ആയിരുന്നു. അതുപോലെ നല്ല രീതിയിൽ ഗ്രേവിയും അങ്ങനെ കുറേ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് നമുക്കതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും നമുക്കത് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് റെസ്റ്റോറൻറ്റിൽ പോയി തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യണം. പിന്നെ ചിക്കൻ ബിരിയാണിയും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണിയേക്കാളൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമുക്ക് പാവ് ബജിയും പിന്നെ നൂഡിൽസ് വിത്ത് മഞ്ചൂരിയൻ, അത് നമ്മൾ ആദ്യമായിട്ട് തന്നെ കഴിച്ചേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഗോബി മഞ്ചൂരിയൻ നമ്മുടെ കോളിഫ്ലവർ വെച്ച് ഉണ്ടാക്കുന്നതാണെന്നാണ് ഞാനും വിചാരിച്ചത്. ഇത് മീറ്റ് ബോൾസൊക്കെ പോലെ തോന്നുമെങ്കിലും ഇത് മീറ്റ് ബോൾസ് അല്ല, ഇത് അവർ മഞ്ചൂരിയൻ എന്നാണ് പറയുന്നത്. മഞ്ചൂരിയൻ എന്തൊക്കെ വേറെ എന്തോ ഇൻഗ്രീഡിയൻസ് ഒക്കെ, നമ്മുടെ കോളിഫ്ലവർ ഒന്നുമല്ല, വേറെ എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ ചെറിയൊരു സ്പൈസിയാണ്, പക്ഷെ എന്നാൽ വലിയൊരു സ്പൈസിയൊന്നുമല്ല, നമ്മൾ സാധാരണ കഴിക്കുന്ന അതുപോലത്തെ ഒരു സ്പൈസി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം. പിന്നെ അതുപോലെ അവർക്ക് കൂടുതലും ഈ ഡോഡാഷ് ഡെലിവറിയാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഡിസ്പോസിബിൾ പേപ്പർ ബാഗ്സിലാണ് നമുക്ക് ഫുഡ് തന്നത്. എന്നിട്ട് നമുക്ക് അവർ പ്ലേറ്റ് തന്നു. അപ്പോൾ അതിൽ വിളമ്പിയെടുത്താണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല രീതിയിൽ തന്നെ സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക്, അതുപോലെ വെജിറ്റേറിയൻസ് ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനെ പോയി കഴിക്കാനുള്ളത്. അതുപോലെ ഫാമിലിയായിട്ട് കഴിക്കാനും ആസ്വദിക്കാനൊക്കെ ഉള്ള സ്ഥലവും നല്ല സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പോയി ആസ്വദിക്കുക. അപ്പോൾ നമ്മുടെ ട്രൂറോയിൽ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ട്രൂറോ മാളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ്. വളരെ നല്ല ആംബിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ഗ്രേസ് സ്മോൾ വേൾഡ്.